back to our channel. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അറബിക് സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ മുർത്തബാക്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ചൂടുവെള്ളം ഒഴിക്കുക. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുക്കുക. ഒരു ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെയാണ് ഞാനിവിടെ കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. ഇനി ഇവിടെ ഞാൻ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുക. സവാള, കുറച്ച് തക്കാളി, കുറച്ച് ക്യാപ്സിക്കം, ഇതെല്ലാം നമുക്ക് ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. കുറച്ച് മല്ലിയില, 1 ടീസ്പൂണോളം സ്പ്രിംഗ് ഒനിയൻ, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇവയെല്ലാം ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാനിവിടെ പൊരിച്ച ചിക്കൻ ഒരു 150 ഗ്രാമോളം ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡൗ ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. നമുക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ച ചിക്കൻ കുറച്ച് ഇട്ട് കൊടുക്കാം. ഓവറായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ എഗ്ഗ് മിക്സ് ചെയ്ത് വെച്ചത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഓവറായിട്ട് ഒഴിച്ചു കൊടുത്താൽ ഇത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ 4 സൈഡും കവർ ചെയ്ത് കൊടുക്കുക. ഒരു ബോക്സ് പോലെ ആയി കിട്ടും നമുക്ക്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് പൊരിച്ചെടുക്കാം. എങ്കിലേ ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായി വെന്ത് വരികയുള്ളൂ. എണ്ണ ഇല്ലാതെയും ഇത് ചുട്ടെടുക്കാം. കുറച്ച് ഓയിൽ ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റായിട്ട് കിട്ടുക. അധികം ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് 4 സൈഡും നല്ലതുപോലെ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാനെല്ലാം ഇവിടെ പരത്തി പൊരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.